അപ്പം അങ്ങനത്തെ ബഹുമാനപ്പെട്ട അസംബശരീരങ്ങളെ സംബന്ധിച്ച് ഇൽമിൻ്റെ ബഹറാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ്. ചരിത്രം വളരെ വലിയതായിരിക്കുന്ന മഹാൻ. ഒരവസരത്തിൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ദോഷത്തുനിന്ന് പിന്മാറാൻ പറ്റുന്നില്ല, ദോഷങ്ങളിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വന്നു പോവുക, ദോഷത്തുനിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിച്ചോ, അസ്തഗ്ഫിറുല്ലാഹ്, ദോഷം ചിത്തുനിന്ന് പിന്മാറാൻ, ദോഷത്തുനിന്ന് പിന്മാറാൻ ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആൾ വേറൊരാൾ പോയിട്ട് ചോദിച്ചു, എനിക്ക് കുടിവെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, കൃഷികളൊക്കെ വെള്ളമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മൂപ്പരോടും പറഞ്ഞു ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പെരിപ്പിച്ചോ. ബഹുമാനികളെ, മുമ്പുള്ള മുഅ്മിനീങ്ങൾക്കും അങ്ങനത്തെ നാമങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊക്കെ അങ്ങനത്തെ നാമങ്ങളുണ്ടോ? നമുക്കൊക്കെ പള്ളിയിലിരുന്നിട്ട് മാല മറിച്ചിട്ട് 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാനുള്ളതായിരിക്കുന്ന ടൈമുണ്ടോ, സമയമുണ്ടോ? അല്ലേ, നമുക്ക് ജോലിക്ക് പോകണ്ടേ, നമുക്ക് അത് പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ, ഇങ്ങോട്ട് പോകണ്ടേ, തിരക്കല്ലേ. അതിൻ്റെ ഇടയിൽ മറ്റേ മൂപ്പര് വന്നാലെന്താ ചെയ്യുക? കൈമലെത്തി. പിന്നെ ഒരാൾ ചെന്നിട്ട് ചോദിക്കുന്നു, ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നില്ല. അവരോടും പറഞ്ഞു ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പെരിപ്പിച്ചു. വേറെ ആൾ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ലാന്ന്. ആളോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ. 4 ആളോടും ഒരു മറുപടി. അപ്പം മൂപ്പര് ശിഷ്യന്മാർ ചോദിച്ചു, അല്ല എന്താ തങ്ങളെ ഇങ്ങനെ എല്ലാവരോടും മറുപടി? അത് പരിശുദ്ധ ഖുർആനാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഇസ്തിഗ്ഫാർ നിങ്ങൾ പെരുപ്പിച്ചോ, നിങ്ങളെ ദോഷങ്ങൾ പൊറുക്കാനുള്ള വഴി അതൊന്ന് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. മഴയില്ല, വെള്ളമില്ല എന്ന് പറഞ്ഞ മനുഷ്യനോടും പറഞ്ഞതുകൊണ്ട് യുർസിലിസ്സമാലൈക്കും മിദ്റാറാ. കണ്ടോ, മഴ പെയ്യാത്തത് മനുഷ്യന്മാർക്ക് തൗബയില്ല, കൽബില് പാശ്ചാത്താപമില്ല, എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന അഹങ്കരിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മഴയില്ലാതെ ആയത്. അപ്പോ ഇന്നഹു കാന ഗഫാറാ യുർസിലിസ്സമാലൈക്കും മിദ്റാറാ. പിന്നെ മക്കളിൽ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ മനുഷ്യനോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ പെരിപ്പിച്ചോ. എന്തുകൊണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, യംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഹലോ മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്യും, മക്കളെ കൊണ്ട് നിഅമത്ത് ചെയ്യും, സാലിഹായിരിക്കുന്ന മക്കളെ തരും. എന്തിനു വേണ്ടിയിട്ട്? അത് ദോഷം പൊറുക്കണം എന്നെങ്കിലേ സാലിയായ മക്കൾ ഉണ്ടാവുള്ളൂ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മാലക്കും ലില്ലാഹി ലാ തർജൂന വഖാറാ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടില്ലയോ, എന്താണ് നിങ്ങൾ റബ്ബിനക്ക് തായ്മ കാണിക്കാത്തത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്തുകൊണ്ടാണ് റബ്ബിനോട് തൗബ ചെയ്യാത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭൂമിയിലല്ലേ നിങ്ങൾ പാർക്കുന്നത്? ആ റബ്ബിനോടല്ലയോ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വക്കാറത്ത് നിങ്ങൾ അല്ലാഹുവിനക്ക് തായ്മ ചെയ്യാത്തത് എന്ന്? വഖദ് ഖലഖക്കും അത്വാറാ. നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് അടുക്കും ചിട്ട എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ നിലക്കല്ലേ അല്ലാഹു നിങ്ങളെ പടച്ചത്. എന്താ ഈ അടുക്കും ചിട്ട? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മനുഷ്യൻ ജീവിക്കേണ്ടത്, ഒരു ആലിമി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ജാഹിലി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ആണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു പെണ്ണ് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണ്? മൻ സല്ലാ സലാത്തന, എങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് നിസ്കരിച്ചത്? ആ രീതിയിൽ നിങ്ങൾ നിസ്കരിക്കണം. മനസ്സിലായി? ആ രീതി അങ്ങനെ ആരാണ് നിസ്കരിക്കുന്നത്? ഞാനെങ്ങനെയാണ് നോമ്പെടുത്തത്? ഞാനെങ്ങനെയാണ് ഉളഹിയത്ത് അറുത്തത്?
ഞാൻ എങ്ങനെയാണ് ഹഖീഖത്തറുത്തത്? ഇതൊക്കെ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതികൾ നിങ്ങൾ പകർത്തണം എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നോക്കി മനസ്സിലാക്കിയെടുത്തതാ. അപ്പം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നോയിരിക്കുന്ന റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബുൽ ഇസ്സത്തിനോട് നിങ്ങൾ തായ്മ കാണിക്കണം. ആ റബ്ബുൽ ഇസ്സത്തിനോട് തായ്മ കാണിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനത്തെ മുസ്ലിമീങ്ങളാണ്, ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്.